ഓ ഗോഡ്, ആ ലിയോൺ ഇങ്ങോട്ട് വരില്ലെന്നല്ലേ വിചാരിച്ച്. ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കിട്ടിയിരുന്നാളി? എന്നെ അങ്ങനെ അവന്റെ കയ്യിൽ കിട്ടിയ തീർന്ന്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അതിന് മാത്രം നീ ഒരു തെറ്റ് ചെയ്തില്ലല്ലേ? പോരാനന്ദനെ ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് അവനൊരിക്കലും നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. നീ ഇങ്ങനെ മറിഞ്ഞു നിൽക്കാതെ ധൈര്യമായിട്ട് അവനെ നേരിടാൻ നോക്ക്. നെക്സ്റ്റ് മന്ത് നീ ഇവിടുന്ന് പോകാണെന്നല്ലേ പറഞ്ഞു. പിന്നെന്തിനാ അവനെ നീ പേടിക്കുന്നത്? നിന്റെ ഈ മുഖത്ത് ഗൗരവം ഒന്ന് വിട്. ആൾക്കാര് ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് കൂളാൻ കാമായിട്ട് നിൽക്കട. എന്തിന്റെ ഇത്ര ഗൗരവം? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചത് നീ വരുമെന്ന്. വാ, പപ്പയുടെ അടുത്തേക്ക് പോവാം. വാ ലീ. ഞാൻ ഇങ്ങോട്ട് വന്നത് മമ്മിയുടെ പേരിൽ തുടങ്ങുന്ന ട്രസ്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ലിങ്കോങ്ങിനെ കാണാനോ ഈ പാർട്ടിയിൽ എൻജോയ് ചെയ്യാനോ അല്ല. അതുകൊണ്ട് എന്റെ പുഞ്ഞാര സിസ്റ്റർ എന്നെ നിർബന്ധിക്കട്ട. ഇനി നീ എന്താ വെച്ചാ കളിക്കാൻ? നീ ആദ്യം ഇങ്ങോട്ട് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? എനിക്കിപ്പോ എന്താ അറിയേണ്ട സമയം? അല്ലി എന്റെ ഫോണിലേക്ക്. ആ മമ്മി, ഞാൻ എവിടെയുണ്ട്? ഐ ആം ഹിയർ. മമ്മി, ഞാൻ വരെ, നിങ്ങൾ സംസാരിക്കും. Do you love her? ഡലി, ഞാൻ നിന്നോട് ചോദിക്കുന്നത്, നിനക്ക് ഇഷ്ടാണോ? സത്യം പറ, നിനക്ക് ഇഷ്ടല്ലേ? അതിനുള്ള ഉത്തരം ഞാൻ മുൻപേ തന്നതല്ലേ സാങ്മൈ. എനിക്ക് ഇപ്പോഴും അതേ പറയാനുള്ളൂ. അവൾ എന്റെ ടൈപ്പ് അല്ല. എനിക്ക് അവളോട് ചുക്കുമില്ല. അപ്പൊ ഇന്ന് മാളിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ എന്താ? അവള് ഓരോ ഡയലോഗിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നീ അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതിനുള്ള ഉത്തരം? എനിക്ക് നിന്നോട് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല സാങ്മൈ. എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞാ അത് കൂടിപ്പോകും. ഞാൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കണമെന്ന് നിനക്കുണ്ടെങ്കിൽ ഇനി ഇതിനെ കുറിച്ച് ഒന്നും എന്റെ മുന്നിൽ വന്ന് ചോദിക്കരുത്. ഓക്കെ? ഓക്കെ, ഞാനൊന്നും ചോദിക്കുന്നില്ല. എന്റെ കൂടി ആവശ്യമാണല്ലോ. വൈൻ വിത്തൗട്ട് ആൽക്കഹോൾ. അതാരാ വരുന്നതെന്ന് നോക്കിയേ. നോക്ക്. Hi Lee and hi Lohan. Hi Hannah. മമ്മി, ഞാൻ അതാ വരുന്നു. ലീ, ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ വരാം. അവള് നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് നിന്നെ ഇൻസൾട്ട് ചെയ്ത വീഡിയോ ആണല്ലോ വൈറലായത്. സത്യത്തില് അവൾ നിന്റെ ഗേൾഫ്രണ്ട് തന്നെയാണോ അതോ എന്റെ അടുത്ത് നിന്നും തടി വരാൻ വേണ്ടി വെറുതെ പറഞ്ഞതോ? Whatever, I don't care about that. എന്തായാലും അവൾ നിന്റെ പ്രപ്പോസൽ പബ്ലിക്കായിട്ട് നിരസിച്ചതിലേക്ക് നീ ഇനി വേറെ ഒരു പെണ്ണിന്റെയും പിന്നാലെ ഇറങ്ങി നടക്കണ്ട. ഇപ്പോ ഞാൻ വന്നില്ലേ, കണ്ണിൽ കണ്ടവളുമാരുടെ പിന്നാലെ നടക്കുന്ന നേരം കൊണ്ട് എന്റെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കില്ലേ? നമ്മളെന്തിനും ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നീ മറന്നോ? അവളെ കാര്യം വിട്ട് കളഞ്ഞേക്ക്. ഫംഗ്ഷൻ ഇപ്പം തുടങ്ങും. കൂൾ മാൻ. ഓക്കെ? ലക്കി, ഇപ്പൊ ഈ ഓരോ ക്യാമറയും ഫോക്കസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ നടക്കുന്നതാണേലും അവരുടെയൊക്കെ കണ്ണ് പോയി എങ്ങോട്ടേക്കാ പതിക്കുന്നതെന്ന് നീ കണ്ടോ? ലക്കി, എന്റെ ഫോൺ ഒന്ന് റിംഗ് ചെയ്യുന്നുണ്ട്, നീ അതൊന്ന് അറ്റൻഡ് ചെയ്തേ. ഹലോ വൈ എന്തിനാടി വിളിച്ചേ? ലക്കി, നീ ആയിരുന്നോ? ബൊഹയുടെ ഫംഗ്ഷൻ തുടങ്ങിയോ? ബൊഹയെ ഷൂട്ടിങ്ങിന്റെ തിരക്കില്ല. എന്തെങ്കിലും അർജന്റ് ഉണ്ട് വൈ? അതൊരു ചെറിയ ഇൻഫർമേഷൻ ഉണ്ട്, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ ഇൻഫർമേഷൻ? എന്താ ഇൻഫർമേഷൻ? ഗ്രൂപ്പ്സിന്റെ ഡയറക്ടർ ഇല്ലേ, അങ്ങേർക്ക് ഒരു കിട്ടിക്കാച്ചി മോളുടെ മിക്കവാറും അവൾ ആ ഫംഗ്ഷനിൽ വന്നിട്ടുണ്ടാകും.
അതിന് അതിന് ഞാൻ എന്താ വേണ്ടേ? ഇല്ലക്ക് സാക്ഷാൽ ഇന്റർനാഷണൽ പ്ലേ ബോയ് അവിടെ ലാൻഡ് ആയിട്ടുണ്ട്. അവന്റെ 600ാമത്തെ ഗേൾഫ്രണ്ട് ആകാൻ മിക്കവാറും ചാൻസ് ഇവൾക്കാകും ലക്കി. ഇവിടെ ഇപ്പോ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ നിനക്ക് ഇതിനുള്ള മറുപടി തരുന്നില്ല. എന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ വെച്ചിട്ട് പോയി. ലക്കി പ്ലീസ്, നീ ഇതങ്ങനെ തള്ളിക്കളയരുത്. ഇതൊരു തരത്തിൽ നമുക്കൊരു നല്ല ന്യൂസായി നൽകാം. നീ ഒന്ന് അവനെ ഇടക്കിടക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട പ്ലീസ്. അല്ല, അവനിവിടെ എത്തിയെന്ന് നിനക്കെങ്ങനെ അറിയാം? ഓക്കെ, എനിക്കറിയാം. നീ അതിവിടെ എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം കുറച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിരീക്ഷിക്കേ. മിക്കവാറും അവന്റെ 600ാമത്തെ ഗേൾഫ്രണ്ട് അവളാകാനായിരിക്കും ചാൻസ്. അപ്പോഴേക്കും അവന്റെ ഗേൾഫ്രണ്ട് ലിസ്റ്റ് 600 ആയോ? അല്ല, നീ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? ഓ സോറി, നിനക്ക് പിന്നെ പണ്ട് ഇവനൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞത് മറക്കണ്ട. ബൊഹയുടെ കൂടി ഒന്ന് ഇതൊന്ന് സൂചിപ്പിച്ചോക്ക്. എന്നാ ശരി, ഞാൻ വെക്കുവാ. ലക്കി, അതാണ് വെൻ ഗ്രൂപ്പ്സിന്റെ സിഒ, നിന്റെ ചെയർമാന്റെ പെങ്ങളെ കക്ഷി. പുള്ളിക്കാരുടെ ഇന്റർവ്യൂ കൂടി കിട്ടിയാൽ പെർഫെക്റ്റ് ആകും. വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എക്സ്ക്യൂസ് മീ, ലക്കിയല്ലേ? യെസ്. താങ്കൾ ആരാ മനസ്സിലായില്ല? നിങ്ങളുടെ ചാനലല്ലേ വൈ വർക്ക് ചെയ്യുന്നത്? ഹൗഷി, അവൾക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്റെ ക്രെഡിറ്റ് കാർഡാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പിന്നെ ഞാൻ വൈയെ കുറിച്ച് നിങ്ങളോട് ചോദിച്ച വിവരമൊന്നും അവൾ അറിയണ്ട. Then bye. ഓഹോ, ആ ലേഡി ആരാ? അറിയോ നിനക്ക്? ആർക്കറിയാം? അവൾക്കറിയുന്ന ആരെങ്കിലും ആയിരിക്കാം. വാ, നമുക്ക് അടുത്തത് നോക്കാം. എന്താ അവന്മാരുടെ ബുദ്ധിയെന്ന് കേട്ടോ. ഒരുത്തിയെ എങ്ങനെ നൈസായിട്ട് ഒഴിവാക്കി മാറ്റി മറ്റൊരു റൂട്ട് ക്ലിയർ ആക്കണമെന്ന് നന്നായിട്ടറിയാം. അതോടെ തന്നെയാ അവന് ഇന്റർനാഷണൽ പ്ലേ ബോയ് ആയത്. വെറുതെയല്ല, ആരൊക്കെയോ കണ്ടറിഞ്ഞിട്ട പേരാണെന്ന് തോന്നുന്നു. ഇത്രക്ക് ജീപ്പാണ് ഇവൻ. എത്ര പെട്ടെന്ന് ഇവൻ ഓരോരുത്തിയെ വളച്ച് കുപ്പിയിലാക്കുന്നത്. ഇതിന് മാത്രം എന്ത് തേങ്ങ ഇവനുള്ളതെന്ന് മനസ്സിലാവും. ഏറ്റവും കൂടെ മാത്രമുള്ള പണം. അതുകൊണ്ട് തന്നെയാ അവന്റെ വലയിൽ ഏത് പെണ്ണും വീണു പോകുന്നത്. അതെനിക്കും തോന്നി. സൗന്ദര്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവനേക്കാൾ കാണാൻ കൊള്ളാവുന്നത് തന്നെയാ. എന്നിട്ടും നീ ഇതുവരെ ഒരു പെണ്ണിനെയും സെറ്റാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. തിരിച്ച് നിനക്കൊരു പ്രപ്പോസ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. വയസ്സ് 10-25 കഴിഞ്ഞില്ലേ? ഇനിയും ഇങ്ങനെ നിനക്കൊരു ഗേൾഫ്രണ്ടിനെ കുറിച്ച് ചിന്തിച്ചൂടെ? അല്ല, നിന്റെയൊക്കെ ഈ പ്രായത്തിൽ ആ ലിയോണൊക്കെ ഇക്കാര്യത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഇതിലെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അല്ല, എന്നെ പോലെ തന്നെയല്ലേ നീയും? നിനക്കും വയസ്സ് 10-25 എന്നിട്ടും നീ എന്തോ ഒരു ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ചിന്തിക്കാത്തെ? നിനക്കെന്താ ഇൻട്രസ്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ബട്ട് എന്റെ എങ്ങാൻ അറിഞ്ഞ പിന്നെ എന്റെ ശവമായിരിക്കും ഇവിടെ ഉണ്ടാകുക. എന്താ ഇന്ദു? ആരേ ഇന്ദു? ഓ, അതോ എന്റെ അമ്മ ഇന്ദുരേഖ. ഒരൊറ്റ കൊറിയക്കാരനെ നമ്പരുത്. അവന്റെ കൂടെ നടക്കാൻ പാടില്ല. അവന്മാരുടെ കൂടെ മിണ്ടാനോ ഇടപെടാനോ ഒന്നിനും പാടില്ല. അങ്ങനെ പല പല നിബന്ധനകളും പുള്ളിക്കാരത്തിക്കുണ്ട്. അമ്മയുടെ പല വാക്കുകളും ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ എനിക്ക് നീതി പുലർത്തിയേ പറ്റും. അതുകൊണ്ട് എന്റെ ലൈഫിൽ ഒരു കൊറിയക്കാരൻ ബോയ് ഫ്രണ്ട് ആയിട്ട് അവർക്ക് യാതൊരു സ്ഥാനമില്ല. ശരിക്കും ഇൻട്രസ്റ്റിംഗ്. അതെ, ഒരു എക്സ്ക്ലൂസീവ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്താലോ? എക്സ്ക്ലൂസീവ്? എന്ത് എക്സ്ക്ലൂസീവ്? നീ എന്തിനാ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. ചിലപ്പോ എനിക്ക് ഒരെണ്ണം കിട്ടിയെന്നും വരും. എന്തായാലും വേണ്ടില്ല. നീ അതൊക്കെ ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യണം. നീ ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ആ ലിയോന്റെ അടുത്തേക്ക് പോകാം. ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ്. ഞങ്ങളുടെ കൂടിക്കാഴ്ച എന്താകും സംഭവിക്കുക? അപ്പൊ അതൊരു എക്സ്ക്ലൂസീവ് അല്ലേ? ഇത് വേണ്ട ലക്കി, ഫംഗ്ഷൻ കഴിഞ്ഞില്ലേ? വാ, നമുക്ക് പോകാം. ഞാൻ ഇപ്പൊ വരാം. നീ ക്യാമറ ഓണാക്കി ഞങ്ങളെ ഫോക്കസ് ചെയ്ത് നോക്കും. ഓക്കെ, പറഞ്ഞതൊന്നും നോക്കട്ടെ. ശരി ശരി.
ഇവളിത് വടി കൊടുത്ത് അടി വാങ്ങുന്ന ലക്ഷണമുണ്ട്. എന്താവും എന്തോ, പറഞ്ഞത് ചെയ്യാം. ഹായ് മിസ്റ്റർ ലിയോ. കേട്ട പരിചയമുള്ള ശബ്ദമാണ്. നീ എന്തിവിടെ തനിച്ച് ഇങ്ങനെ നിൽക്കുന്നത്? ഹലോ, ഞാൻ ചോദിക്കുന്നതിന് റെസ്പോൺസ് ഒന്നും എന്താ ഇല്ലാത്ത? ഇന്ന് മാളിൽ വെച്ച് നടന്ന ഇൻസിഡന്റ് ഓർത്തിട്ടാണോ? സോറി, അപ്പൊ ഞാൻ മനഃപൂർവ്വം ഇയാളെ നാണം കെടുത്തണമെന്ന് കരുതി തന്നെ അങ്ങനെ ചെയ്തത്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ ഉപരി അത് നല്ല റീച്ചും കിട്ടി. ഇപ്പം വന്ന് എന്നെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാരും ക്യൂ നിൽക്കാൻ തുടങ്ങി. എല്ലാത്തിനും നിങ്ങളാണ് കാരണം. ഞാൻ എന്താ ഇവിടെ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. ഞാനിവിടെ ഫംഗ്ഷൻ ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചാനലിലാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ മെയിൻ കാരണങ്ങളിൽ ഒന്ന് മിസ്റ്റർ ലിയോണാണ്. നിങ്ങളുടെ 600ാമത്തെ ഗേൾഫ്രണ്ട് ആകാനുള്ള ഭാഗ്യം ആർക്കാകുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇങ്ങോട്ട് വന്നപ്പോ തന്നെ അതിനുള്ള ചാൻസ് ആർക്കായിരിക്കുമെന്ന് കൂടുതലൊന്നും എനിക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇയാൾ അവളുമായി യാതൊരു അറ്റാച്ച്മെന്റും ചെയ്യാതെ ഇവിടെ ഇങ്ങനെ നിന്നാ ശരിയാവില്ലല്ലോ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷെക്ക് ആണെങ്കിലും നൽകിക്കൊണ്ട് പിരിയാമായിരുന്നു. അപ്പോ അത് ഞങ്ങൾക്കൊരു ന്യൂസ് ആകുമല്ലോ. അത് മിസ്സാക്കി കളഞ്ഞ് വളരെ മോശമായി പോയി കേട്ടോ. ഓഹോ, എനിക്കുള്ള പണി ഇപ്പൊ ഞാൻ വരാം. ഇറ്റ്സ് ഓക്കെ ഡിയർ. അപ്രതീക്ഷിതമായി ഞാൻ നിന്നെ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തപ്പോ നീ എങ്ങനെ ഷോക്ക് ആയതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നീ അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്തത്. ഞാൻ അതൊന്നും കാര്യമാക്കി എടുക്കുന്നേ ഇല്ല ഡാർലിംഗ്. അതുകൊണ്ട് തന്നെ നീ എന്നോട് സോറിയും പറയണ്ട ബേബി. എന്തായാലും ഇപ്പൊ നീ നേരിട്ട് വന്ന് എന്റെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തല്ലോ, എനിക്കത് മതി. ഞങ്ങൾക്ക് പോകാൻ ടൈമായി. നമുക്ക് നാളെ മീറ്റ് ചെയ്യാം ഡാർലിംഗ്. അപ്പോ ബൈ ബൈ ബൈ. Bye dear. See you again. എന്റെ ഇന്നത്തെ ഈ പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങൾക്കും എന്തായാലും ചെറുതായിട്ടൊന്നും മാറിയിരുന്നു. പോരാത്തതിന് ആളിളക്കി. എനിക്കിട്ട തന്ന പണിക്ക് തിരിച്ച് ഞാനൊരു 8ന്റെ പണി അല്ല 18ന്റെ പണി അവൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ന് അവൾക്ക് കണ്ടത് ശനിയാണ്. അല്ല, ഇനി അവൾക്ക് കണ്ടത് ശനിയാണ്. ഒരുപാട് വെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും. എന്നോട് കളിച്ച എന്താവും സംഭവിക്കുക എന്ന് അവൾക്ക് ഇപ്പൊ ബോധിക്കണം. നീ ഇതെന്തീ കാണിച്ചു കൂട്ടിയത്? ലക്കിയോട് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ എന്താ അവളുടെ അങ്ങനെയൊക്കെ പെരുമാറിയത്? അവളുടെ എല്ലാ മീഡിയാസും വളഞ്ഞിരിക്കുക. നീ അത് വലുത് കറിയുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ഇരുന്ന് മോങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിന്നോട് അപ്പോഴേ പോണ്ടെന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തായി? നീ അവനിട്ട് പണിത പോലെ അതേ നാണയത്തിൽ അവൻ നിനക്ക് തിരിച്ചു പണിതില്ലേ? എല്ലാവരുടെയും കൊട്ടി ആഘോഷിക്കാനുള്ള വകുപ്പ് നീ തന്നെ ഉണ്ടാക്കിയപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? സാരില്ല, പോട്ടെ. നീ അത് വിട്, വലിയ കാര്യമാക്കി എടുക്കണ്ട. എനിക്കിതൊരു വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. നീ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഓക്കെ, മൈൻഡ് ഫ്രീ ആക്ക്. ഇപ്പൊ നടന്ന ആ സംഭവം നാട് നീളെ എന്തായാലും പാട്ടായി കാണുമെന്ന് ഞാൻ പറയാതെ നിനക്കറിയാലോ. ഇന്ന് നിന്നെ പോലത്തെ ഉത്സാഹം കാണിച്ചവരെല്ലാം നിന്നെ നെഗറ്റീവ് പറഞ്ഞു നടക്കുന്നുണ്ടോ? അതൊന്നും മൈൻഡിൽ കൊടുക്കാതെ മൈൻഡ് ഫ്രീ ആയിട്ട് നോക്ക്. പിന്നെ നീ വർക്കിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്ക്. മനസ്സിലായല്ലോ? ഒന്നും നടന്ന സംഭവത്തെ പക്ഷെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ശരി, മോർണിംഗ് കാണാം. വന്നല്ലോ ഇന്റർനാഷണൽ പ്ലേ ബോയുടെ 600ാമത്തെ ഗേൾഫ്രണ്ട്. വെൽക്കം ബാക്ക്. അലിയോട് ഞാൻ ഉദ്ദേശിച്ച ആളെ അല്ല, അവൻ അതുക്കും മുകളിലുള്ള ചറ്റയാ. ഇന്ന് എന്നെ എല്ലാവരും മുന്നിൽ വെച്ച് അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന രീതിയിൽ സംസാരിച്ചു. അപ്പം അവൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ ചെയ്തു. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ചെയ്യാൻ. അവന്റെ കിസ്സോ
ഇതിലേക്ക് എന്തൊക്കെയായിരുന്നു എന്റെ പെർഫോമൻസ്. എല്ലാവരും ദിവസം കൊണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കിയില്ലേ അവന്. അതാ മോളെ ദ ഗ്രേറ്റ് ഇന്റർനാഷണൽ പ്ലേ ബോയുടെ ട്രിക്ക്. അവനെ കുറിച്ച് ഇപ്പൊ നിനക്ക് നല്ലോണം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആമത്തെ കൂത്തല്ലടി ഇതിലൊക്കെ നിനക്കും കിട്ടും കണ്ടോ. എന്തായാലും എനിക്കിത് നല്ലോണം ഇഷ്ടായി. അവനിട്ട് പണി കൊടുത്തെന്ന് പറഞ്ഞ് എന്തൊരു ചാട്ടായിരുന്നു. എല്ലാം ഇന്നത്തോടെ അവൻ അവസാനിപ്പിച്ച് തന്നില്ലേ. ഇനി ഞാൻ പറയുന്നത് നല്ല അനുസരണയുള്ള കുട്ടിയോടെ കേട്ട് അത് അനുസരിക്കാൻ നോക്കുന്നു. കിട്ടുന്നത് ഒരു ദിവസം 2 ദിവസം എന്തായാലും മാക്സിമം അവന്റെ കൂടെ അടിച്ചു പൊളിച്ച് നടന്നേക്ക്. പബ്ലിക്കായിട്ട് അവന്റെ പ്രപ്പോസൽ നിരസിച്ച നീ ഇപ്പൊ പബ്ലിക്കായിട്ട് അവന്റെ ഗേൾഫ്രണ്ടായി മാറിയത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതും അതുകൊണ്ടല്ലേ. അപ്പൊ നല്ലോണം അങ്ങോട്ട് എൻജോയ് ചെയ്തു. ചാനലിൽ റേറ്റ് കൂട്ടാൻ വേണ്ടി വല്ല തുമ്പ് കിട്ടാ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നതാ. ഞാൻ അവന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ അവൻ എന്തായാലും എന്നോടുള്ള ദേഷ്യത്തിന് ഒരു വാക്കെങ്കിലും എന്നോട് കയർത്ത് പറയുന്നത് ഞാൻ കരുതി. അങ്ങനെ അവൻ ചെയ്താ എനിക്കതൊരു നല്ല ന്യൂസ് ആവുമല്ലോ. അല്ല, നമുക്കൊരു നല്ല ന്യൂസ് ആവൂലേ. ഒടുക്ക എന്റെ ഡയലോഗൊക്കെ കേട്ട് സഹിയിട്ട് അവൻ എനിക്ക് പറഞ്ഞിട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതിനു വേണ്ടി എന്തൊക്കെയോ അവനോട് ഞാൻ പറഞ്ഞത് എനിക്ക് എന്നെ ഒരു നിശ്ചയമില്ല. എന്നിട്ടിപ്പൊ ശരിക്കും എനിക്ക് നല്ലോണം കിട്ടിയില്ലേ, വയറ് നിറച്ചും. ലിയോണെ കൊണ്ടുവരക്കോലോ. ഓഫീസിലേക്ക് വരാനുള്ള പരിപാടിയൊന്നുമില്ലേ? ഇല്ല എന്ന് മാത്രം പറയണ്ട, നീ വന്നേ പറ്റൂ. ഞാൻ ആ ഭാഗത്തേക്കില്ല. എന്നിട്ട് എന്റെയൊക്കെ ഒരുമാതിരി നോട്ടങ്ങളല്ലേ. ഞാൻ ഇല്ല, പോയിക്കോ. വേളയിലേക്ക് ഇതൊന്നും ഇങ്ങോട്ട് പറയണ്ട, നീ എന്റെ കൂടെ വരുന്നു, അത്രേ ഉള്ളൂ. ലൈക്കി എവിടത്തേക്ക് പോവാൻ നിൽക്കുക? എന്റെ കൺമുന്നിൽ നിന്ന് എസ്കേപ്പ് ആവുമെന്ന് വെച്ചോ? സോറി ഡിയർ. അല്ല, ഞാനങ്ങനൊന്നും ഞാൻ എന്റെ ഒരു സാധനം അത് തപ്പാൻ വേണ്ടി. ഓ ഡാർലിംഗ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റിംഗ് നടക്കാൻ പോവാണ്. ഞാൻ അതിനു വേണ്ടി റെഡി ആയി വന്നപ്പോ നീ ഇവിടെ ഓഫീസിൽ കുത്തിയിരുന്ന് ഇങ്ങനെ ബബ്ബ പറഞ്ഞു കളിച്ചാൽ ശരിയാവില്ല. വന്നേ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടപ്പിലാക്കാനുള്ളതാ. എനിക്ക് വരാൻ അതിനൊന്നും താല്പര്യമില്ല, താൻ തന്നെ പൊക്കോ. ഓ ഡാർലിംഗ്, വെയിറ്റ് എ സെക്കൻഡ്. ജെയിംസ്, ലൈക്ക് ഇന്ന് ഹാഫ് ഡേ ലീവ് ആയിരിക്കും. വൈകിട്ട് നടക്കാൻ പോകുന്ന പാർട്ടിയിൽ ഇവിടെ ജോയിൻ ചെയ്തോളൂ. MDയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ലിയോൺ, താൻ എന്തീ കാണിക്കുന്നേ? എന്റെ വീട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, തന്നോടല്ലേ ഞാൻ പറഞ്ഞത്. സോ വാട്ട്, നീ എന്റെ ഗേൾഫ്രണ്ട് ആണ്. അപ്പൊ ഇവര് ശ്രദ്ധിക്കുന്നെന്ന് കരുതി ഞാൻ എന്തിന് കോംപ്രമൈസ് ചെയ്യണം? ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണ്. നിനക്കതിന്റെ ചിന്തയൊന്നും ഇല്ലാത്തത് പോലെയല്ല ഞാൻ. എനിക്ക് ഇക്കാര്യത്തിലൊക്കെ ഇത്തിരി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്. ദെൻ എന്റെ കൂടെ മര്യാദയ്ക്ക് വാ. തന്റെ ഉദ്ദേശം എന്താണോ? എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ഇന്നലെ നിന്നെ ഞാൻ നാണം കെട്ടിയതിന് എന്നോട് ഇനി ഇവിടെ ഇട്ട് ഒന്നും കൂടി പകരം വീട്ടാനാണോ? ഡാർലിംഗ്, കുറച്ച് സമയം ബേബി മിണ്ടാതിരിക്കും. എന്നിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കും. സ്റ്റാഫ്സ് അവിടെ റെഡിയായോ? ഒരു 4 മിനിറ്റ്സ് കൂടി, ഇപ്പൊ റെഡിയാകും മാഡം. നെക്സ്റ്റ് ട്രൈ ദിസ് വൺ. പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. നോ, എനിക്ക് ഇങ്ങനത്തെ ഇട്ടിട്ടൊന്നും ശീലമില്ല, എനിക്ക് പറ്റില്ല. ഓ ഡിയർ, പറയുന്ന കേക്ക്. സ്റ്റാഫ് ചേഞ്ച് ഹർ. ഞാൻ ഷോർട്ട് ഡ്രസ് ഇടാറില്ല, എനിക്കിത് ഇഷ്ടമല്ല. ഡാർലിംഗ്, ഇത് ഞാൻ ആദ്യമായിട്ട് നിനക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഡ്രസ് തരുമ്പോ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഇതൊക്കെ വളരെ മോശമാണ്. വാശി കാണിക്കാതെ എനിക്ക് വേണ്ടി ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് വാ. ചെല്ലു.
എന്റെ ദൈവമേ, എന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവനൊരു ഡിയർ ഡോർലിങ്. ഇവന് ഇത് എങ്ങോട്ടേക്കായി കയറി കയറി പോന്നേ. 어떻게 바로 만나? 마침 병원 근처에 있더라고. 아니 아직 들를 데가 있어서. 아 됐어, 너 오지 마. 잠깐. ഇനി മേലിൽ നീ ഷോർട്ട് ഡ്രസ് ഇട്ടു പോകരുത്, മനസ്സിലായല്ലോ? മേഡം, ഈ ഗൗൺ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, മാറ്റാം. വാ, നൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തനിക്കത് ചേരുന്നു. സത്യം പറഞ്ഞ എനിക്കിപ്പോ തന്നെ ശരിക്കും എന്റെ ഗേൾഫ്രണ്ട് ആക്കി കൊള്ളാമെന്നുണ്ട്. യു ആർ ലൈക്ക് സോ പ്രെറ്റി. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോകാനുണ്ട്. പോകാം. അല്ല, അപ്പൊ ഈ ഡ്രസ് നീ വേഷത്തിൽ തന്നെ വന്നാ മതി. ഇവര് നിന്റെ ഡ്രസ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നോളൂ. വാ, പോകാം. മാഡം, ബിൽ. ഇത്രയധികം ക്യാഷോ? എന്റെ അടുത്ത് ഇത്ര ക്യാഷ് ഒന്നും ഇല്ല. ഇനി പറഞ്ഞ എങ്ങനെ ശരിയാകാനാ? നിനക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ ഇതൊക്കെ, അപ്പോ ഇതിനെല്ലാം ക്യാഷ് നീ തന്നെ കൊടുക്കണ്ടേ? ഞാൻ തന്നോട് പറഞ്ഞു എനിക്കിതൊക്കെ വേണമെന്ന്. എന്റെ അടുത്ത് ഇതിന് മാത്രമുള്ള ക്യാഷ് ഒന്നുമില്ല. എനിക്കിതൊന്നും വേണ്ട. അത് നാണമില്ലേ ഈ ബിൽ സെറ്റിൽ ചെയ്യാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ? നിനക്ക് വേണ്ടി ഇത്രയൊക്കെ അവർ ചെയ്തു തന്നിട്ട് അതിനുള്ള പ്രതിഫലം അവർക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ലക്കി. ഞാൻ എന്ത് ചെയ്തിട്ടാ? തന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതൊന്നും എനിക്ക് വാങ്ങിത്തരാനും ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവരാനും നിർത്തിക്കാനും. അതുകൊണ്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. എന്റെ 1.5 മാസത്തെ ശമ്പള ആ ബില്ല്. ലക്കി, അതൊന്നും പറഞ്ഞാൽ ശരിയാവുകയും ചെയ്യില്ല. ആ ബിൽ ആ പേഴ്സൺ കിട്ടുന്നേ. ഈ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ എടുക്കുക, അവിടെ കൊടുക്കുക, അവർ ബില്ലടിക്കും, ഇങ്ങോട്ട് തരും. ദാറ്റ്സ് ഓൾ. സാമദ്രോഹി, 1 മാസത്തെ ശമ്പളം തന്നെ ഞാനുണ്ടല്ലോ. എന്താ ബൈക്ക് ഇങ്ങനെ സാഡ് ആവുന്നത്? ഇതൊന്നും പറ്റില്ല. വാ, പോകാം. നമുക്കിനി ഇവിടെ നിന്നൊരു കാര്യമില്ല. അടുത്ത ഇതിന് പോകാനുണ്ടോ? പോകാം. നിനക്ക് എന്തറിയാം? ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ചെയർമാന്റെ കണ്ണിൽ പെടാതെ മുങ്ങി നടക്കുകയായിരുന്നു. നീ തന്നെ കൊലക്ക് കൊടുക്കുമല്ലോ. നിന്റെ ഡയലോഗൊക്കെ പിന്നെ ബേബി ആദ്യം കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്കും. ഡാഡി, ദാ അവരെത്തി. ഡാഡി, നീ എന്റെ കൂടെ വാ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിനക്കെന്താ സംഭവം? എന്നെ ഇതെവിടത്തേക്ക് കൊണ്ടുപോകുന്നേ? വിട്. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാൻ നിന്നെ ഇപ്പൊ വിളിക്കുന്നത്. നീ വാ, ഞാൻ പറയട്ടെ. നീ വാടാ. ഓ എന്റെ സഹോദര, പേടിക്കണ്ട. അവൾ അവിടെ ഇരുന്നോളൂ. നീ വാ. വരാൻ. By the way, തനിക്കെന്താ കുടിക്കാൻ വേണ്ടത്? ടീ ഓർ കോഫി? എനിക്കൊന്നും വേണ്ട സാർ. അത് പറഞ്ഞാൽ പറ്റില്ല. ആദ്യമായിട്ട് ഇങ്ങോട്ട് വരികയില്ലേ, എന്തെങ്കിലുമൊക്കെ കഴിച്ചേ പറ്റില്ലല്ലോ. താൻ പേടിക്കാതെ എന്താ വേണ്ടതെന്ന് വെച്ചാ പറ. അത് സാർ കോഫി മതി. Okay. Serve it. 1 coffee and 1 scotch. ഡാനിയ, അവളെ നോക്കി വെള്ളം ഇറക്കാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്.
അവള് നിന്റെ ടൈപ്പ് അല്ലെങ്കിലും അവള് നിന്റെ ടൈപ്പ് അല്ലെന്നോ നിനക്ക് അവളിൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലെന്നോ അങ്ങനെയാന്നൊക്കെയാണല്ലോ പറഞ്ഞത് കുറച്ചു മുമ്പ്. നീ എന്താ എന്നോ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? കാര്യം പറ. അല്ലാതെ ഇങ്ങനത്തെ കാര്യം ചോദിക്കാനാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി തന്നതാണ്. അത് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ബ്രദറിനോട് കുറച്ചു സമയം സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിപ്പിച്ചു, അത്രേ ഉള്ളൂ. അല്ലേ, ഈ ബ്രദറിന് ഈ സിസ്റ്ററിനോട് ഒന്നും സംസാരിക്കാനില്ല. ഞാൻ പോകാം. നിന്റെ സ്വന്തം കൂടപ്പറപ്പിന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു ലിയോൺ? അമ്മയില്ലാതെ നീ ഇത്രയും കാലം ഒരമ്മയുടെ സ്നേഹം തന്നു വളർത്തിയത് ഞാനല്ലേ? എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? വെയിറ്റ്, ഇപ്പോ ഏത് ഡ്രാമയുടെ റിഹേഴ്സലാ കഴിഞ്ഞത്? എന്റെ ന്യൂ ഡ്രാമ അമ്മയും കുഞ്ഞും. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? പിന്നെ പറയാനുണ്ടോ, നല്ല പരമ ബോറായിരുന്നു. നിന്റെ അഭിനയവും റിയാലിറ്റിയും ഒക്കെ എനിക്ക് നല്ലോണം മനസ്സിലാവും സാങ്ങുമേ. അതുകൊണ്ട് ഈ ഡ്രാമയുടെ ആവശ്യം നമുക്കിടയിലില്ല. എനിക്ക് നിന്നോട് ഇപ്പൊ ഒന്നും പറയാനില്ല. എനിക്ക് നന്നായിട്ട് അറിയാം ലിങ്കോങ്ങിലേക്ക് ഇവിടെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു അവസരം കൊടുക്കുവാനാണ് നീ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്. എന്താ ശരിയല്ലേ? എടാ, ഇത്ര പെട്ടെന്ന് കാര്യമൊക്കെ മനസ്സിലായോ? എന്റെ അനിയൻ ഇത്രയധികം ബുദ്ധിയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ടും. എന്താടാ നീ നോക്കി പഠിപ്പിക്കുന്നു? ഞാൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനും ചിലതൊക്കെ ഏൽപ്പിക്കാനുമാണ്. അല്ലാതെ പപ്പയ്ക്ക് ഇലക്കിയോട് തനിച്ച് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാന്നതന്നെയല്ല. ഓക്കെ സാർ, എന്തൊക്കെയാ പറയുന്നത്? എന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല. നിന്നെ കൊണ്ട് മാത്രമേ ഇതൊക്കെ നടത്തിക്കാൻ പറ്റുള്ളൂ. തന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പ്ലീസ്.